എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പോവാണെങ്കിൽ ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് വെക്കണമെന്ന് ഓർത്തത് കപ്പയും ബീഫും മേടിച്ചാലോ എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കപ്പയും ബീഫും വെക്കുന്നതാണ്. അപ്പോൾ ബീഫ് മേടിക്കാൻ വേണ്ടി പോകണം രാവിലെ. അപ്പോൾ നേരെ വീഡിയോക്ക് പോയാലോ ഗൈസ്. അങ്ങനെ ഇപ്പോൾ വണ്ടി എടുത്ത് നേരെ ഇപ്പം പോകുന്നത് ബീഫ് കടയിലോട്ട്. നമ്മുടെ അടുത്തുള്ള ബീഫ് കടയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ അങ്ങനെ ബീഫ് കടയിലൊക്കെ വന്നിട്ട് ഇപ്പോൾ നമുക്കുള്ള ബീഫൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ബീഫൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ബീഫായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ അമ്മേനെ കൊണ്ട് കൊടുക്കാം. ഒന്ന് വിട്ടുപോയി, നമുക്ക് കപ്പ മേടിക്കാൻ വിട്ടുപോയി. കപ്പ അവിടെ ഇല്ലായിരുന്നു. നീ വേറെ കടയിൽ പോയി കപ്പ മേടിച്ച് തരണം. അപ്പോൾ ബീഫ് കൊടുത്തിട്ട് വേണം കപ്പ മേടിക്കാൻ പോയി. ഗൈസ് ഇപ്പോൾ ആണ് ബീഫൊക്കെ കൊണ്ട് അമ്മയുടെ കൊടുത്തിപ്പോൾ അമ്മ കഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ കഴുകുന്നപ്പോൾ അമ്മ പറഞ്ഞ് വേണ്ട, ഞാൻ കഴിയാൻ ശരിയാവത്തില്ല, ചോരമയൊക്കെ പോകണം. അതുകൊണ്ട് ഇപ്പോൾ അമ്മ കഴുകിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇപ്പോൾ കഴുകിയ ബീഫ് എടുത്ത് കുക്കറിടുക. അപ്പോൾ കുക്കറിനകത്ത് വെക്കാൻ പോകും. കുക്കർ ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. സാധാരണ ബീഫിന് വേവ് ഉള്ളതുകൊണ്ട് കുക്കറിനകത്ത് ഒരു 5 അല്ലെങ്കിൽ 6 വിസിൽ അടുപ്പിക്കുക. പൊതുവെ എല്ലാവരും വെക്കുന്ന രീതിയാണ് നമ്മൾ വെക്കുന്നത്. ഗൈസ് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പോയി കപ്പയും കൊച്ചുള്ളിയും മേടിച്ചിട്ട് വരണം. അപ്പോൾ ഇത് അരച്ച് കളട്ടി വെച്ചതേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി കടയിൽ പോയി ബാക്കി കാര്യങ്ങൾ മേടിച്ച് തരാം. അപ്പോൾ ഗൈസ് നമ്മൾ പച്ചക്കറി കട വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടെന്ന് പറയുന്നത് കൊച്ചുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം മതി. ഗൈസ് അവിടെ സാധനമൊക്കെ മേടിച്ച് നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണേ. ഗൈസ് നമുക്ക് പച്ചക്കറിക്കടയിൽ നിന്ന് കപ്പ കിട്ടിയില്ല. പിന്നെ വെടിന്ന് കഴിയുമ്പോൾ കപ്പ കണ്ട് കപ്പ മേടിച്ചിട്ടിരിക്കുക. പിന്നെയാണ് എനിക്ക് ദാഹിച്ചിട്ട് എനിക്ക് വയ്യാന്. പിന്നെ ഞാൻ പോയി കോളയും മേടിച്ച് അവിടുന്ന് പിന്നെ കോളയും കപ്പയായിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവുക. വീട്ടിലൊക്കെ വന്നപ്പോഴത്തേക്കും അമ്മ ബാക്കി പരിപാടിയൊക്കെ തുടങ്ങിയായത്. ഇപ്പോൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടായി, ഇനി കടു പൊട്ടിച്ച് ബാക്കി പരിപാടിയൊക്കെ നമുക്ക് തുടങ്ങാം. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് തേങ്ങാക്കൊത്തിട്ട് വഴറ്റുകയാണ്. അതിനുശേഷം ഇപ്പോൾ അരിഞ്ഞ് വെച്ച് നമ്മൾ കൊച്ചുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി എത്തി മിക്സ് ചെയ്യുകയാണ്. കപ്പ അരിഞ്ഞിരിക്കുക. കപ്പ പുരട്ടാൻ വേണ്ടി വേവിക്കാൻ വേണ്ടിയാണ് കപ്പ അരിഞ്ഞിരിക്കുകയാണ് നമ്മൾ. ശേഷം ഇപ്പോൾ അരിഞ്ഞ് വെച്ച കപ്പ ഇനി വേവിക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം വഴറ്റി വെച്ച സാധ്യത നമ്മൾ മസാല ഐറ്റംസ് ഇടാൻ പോവുകയാണ്. ഈ പൊതുവെ എല്ലാവരും വെക്കുന്ന രീതിയിൽ നമ്മൾ വെക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒരുപാട് കാണിച്ച് ലാഗാക്കുന്നൊന്നുമില്ല. മസാല എല്ലാം ചേർത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് എടുത്ത് ആ വഴറ്റിനകത്ത് ഇടാൻ പോവുകയാണ്. നമ്മളെ കപ്പ ഇതിവിടെ വേകുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു വിധമൊക്കെ നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അടുത്ത കപ്പയുടെ പരിപാടിയിലേക്ക് പോവാം. നമ്മൾ കപ്പയ്ക്ക് വേണ്ടി അരച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമേ, ഉപ്പൊക്കെ ഉണ്ടോ നോക്കാമേ. കുഴപ്പമില്ല, സൂപ്പർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കപ്പയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. കൈസ് അങ്ങനെ കപ്പേനെ റെഡിയായി. നമ്മളിനി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അച്ഛനും അമ്മയ്ക്കും നമ്മൾ എല്ലാവർക്കും വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളിനി കഴിച്ചു നോക്കാം. ഗൈസ് നമ്മൾ കപ്പയൊക്കെ റെഡിയായി. ഇപ്പം കപ്പയും ബീഫും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും കഴിച്ചു, അമ്മയും കഴിക്കുകയാണ്. അച്ഛൻ എങ്ങനെ അച്ഛാ? എന്തോ മേ ഗൈസ് കുഴപ്പമില്ല, സൂപ്പർ. ഇപ്പൊ ഒന്ന് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് കപ്പയും ബീഫും എല്ലാം കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. മറ്റൊരു വീഡിയോയൊക്കെ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.